Hey guys, good morning everyone. So in the a day in my life shoot our day in the start at 8:30 clinic so that's the 7:30 9:30 breakfast dress change clinic അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പരിപാടിയൊക്കെ തീർത്ത് 9:30 ആകുമ്പോഴത്തേക്കും പോകേണ്ടതാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം ആദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ചായ ഉണ്ടാക്കാം. ചായ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയാണ് നിർബന്ധം. അല്ലാതെ ബെഡ് കോഫി ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഞാനെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ചായ കുടിക്കുക. രാവിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ലെമൺ വാട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ജിഞ്ചർ വാട്ടറോ അങ്ങനെ ഒക്കെ ഇട്ടിട്ടില്ല അങ്ങനത്തെ എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കും. പിന്നെയാണ് എനിക്ക് ടീ നിർബന്ധമാണ് രാവിലെ. അപ്പം ഈ ഒരു സമയത്താണ് ഞാൻ ടീ കുടിക്കുക ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. അപ്പം നമുക്ക് ടീ ഉണ്ടാക്കാം. ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് ജീരകവും ഇഞ്ചിയും കൂടെ രാത്രി തന്നെ തിളപ്പിച്ചിട്ട് ഉള്ള ഒരു ഗ്ലാസ് വെള്ളമാണ്. അത് ഫ്ലാസ്കിൽ ആക്കി വെക്കുന്നതല്ലേ, രാവിലെ എണീച്ചാൽ മടിയാവും, അപ്പോൾ കുടിക്കില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ടീ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഷുഗർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം സംഭവം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ മിൽക്ക് ടീ ആണ് കുടിക്കുന്നത്. പാൽപ്പൊടിയാണ് എനിക്ക് മിൽക്ക് ടീ പൊതുവെ ഇഷ്ടമല്ല. ഈ പാൽപ്പൊടി ഇട്ടിട്ടാണ് ഇഷ്ടം. പാലൊഴിച്ച ചായ എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ എപ്പോഴും പാൽപ്പൊടി ഇട്ടിട്ടാണ് ചായ കുടിക്കുക. അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കപ്പിലോട്ട് മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ചപ്പാത്തിയും മുട്ട റോസ്റ്റും ആണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലേ, എൻ്റെയും ഫേവറേറ്റ് ആണ്, മിക്കവരുടെയും ഫേവറേറ്റ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം നമ്മളിതിൻ്റെ കൂടുതൽ റെസിപ്പി സൈഡിലേക്കൊന്നും പോകുന്നില്ല. എല്ലാം ഒരു തിരക്കിലായിരുന്നു. ഹസ്ബൻഡിന് 7:30 ആകുമ്പോഴത്തേക്ക് പോകണം. അപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ എൻ്റെ ഉറക്കിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വളരെ ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇത് വളരെ സിമ്പിളാണ്. വെല്ലുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഈ വക സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഉപ്പ്, മഞ്ഞൾ, മുളക്, പിന്നെ എന്താണ് ഗരം മസാല, പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി. ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു മുട്ടയും കൂടെ ബോയിൽ ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഞാൻ അധികം നേരത്തെ എണീക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി ഇതേപോലെ പ്രീവിയസ് ഡേ ആക്കിയിട്ട് ഞാൻ ഇതേപോലെ ഫോയിലാക്കിയിട്ട് പുറത്ത് തന്നെ വെക്കും. അകത്തേക്ക് വെക്കില്ല, പുറത്തോട്ട് തന്നെ വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവും. ഇതേപോലെ ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം അല്ല, ഉച്ചക്കത്തേക്കും കൂടിയിട്ട് ചിലപ്പോൾ രാത്രി എടുക്കും. ഇതേപോലെ കുറച്ചെണ്ണം ആക്കി ഞാൻ ഫോയിൽ വയ്ക്കും. 2 ദിവസമൊക്കെ ഇതേപോലെ ഒന്നും ആവാതെ നിൽക്കും. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇപ്പോൾ ചൂടാക്കാൻ വെക്കണം. ഹോം മെയ്ഡ് ചപ്പാത്തിയാണ് കേട്ടോ. നോക്ക്, നമ്മളുടെ റെഡി കുക്കോ അതൊന്നുമല്ല കേട്ടോ, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പക്ഷേ ഞാനത് കുറച്ചധികം ഉണ്ടാക്കും. 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കും, ഒന്നും കുഴപ്പമില്ല. നോക്ക്. അപ്പോൾ പക്ഷെ ഞാനൊന്ന് ഓവനിൽ ഒരു 30 സെക്കൻഡ്സ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കും. ഒരു 30 സെക്കൻഡ്സിൽ ഒന്നത് ചൂടാക്കും. നമുക്ക് ചപ്പാത്തി എടുക്കാം. നമ്മളുടെ ചപ്പാത്തി റെഡി. ഒന്ന് ലൈറ്റായിട്ടും ചൂടായി മതി, ഓവറായി ചൂടായി കഴിഞ്ഞാൽ ഹാർഡായി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേഗം കഴിക്കാം. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ പത്രവും കൂടെ വായിക്കും. അതേ ഉള്ളൂ എൻ്റെ ഡെയിലി റൂട്ടീൻ എന്ന് പറയും. ഇനി നമുക്ക് നേരെ ഡ്രസ്സ് ചെയ്ത് ക്ലിനിക്കിലോട്ട് പോകാം. അപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നേരെ ക്ലിനിക്കിലോട്ട് പോകാം. ഡോറൊക്കെ ഒന്ന് ലോക്ക് ചെയ്യണം, പുറത്തോട്ട് ഇറങ്ങണം, അത് പോവാം അല്ലേ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കാണാം. ഇപ്പോൾ ക്ലിനിക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബിസി ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കേ ഫ്രീ ആവുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ടൈറ്റായിട്ട് കെട്ടി വെച്ചേക്കുക. കാരണം അവിടെ എത്തിയതിന് ശേഷം പി കിറ്റോ അല്ലെങ്കിൽ ഗൗണോ എന്തെങ്കിലുമൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ ഈ മുടീനെ മാനേജ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ പോകാറുള്ളത്. അപ്പം നമുക്ക് ഡോറൊക്കെ ലോക്ക് ചെയ്യാം അല്ലേ. ക്ലിനിക്കിലെത്തി, സെറ്റിലായി. അപ്പോൾ ഇതാണ് ക്ലിനിക്ക്. സ്റ്റെറിലൈസേഷൻ ഇതെൻ്റെ ഇവിടെ സിംഗിൾ ചെയറാണ്. സോ now the time is 10 o'clock ആവാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഇന്ന് നേരത്തെയാണ്. ഇതൊക്കെയാണ് നമ്മൾ 2 പേര് എഴുതിയിട്ടുണ്ട്, തിരിച്ചിട്ടുള്ള വേണ്ടിയിട്ടാണ്. സോ അതാണ് ഇങ്ങനെ. പിന്നെ ഇങ്ങനെയാണ് പുറത്തോട്ടുള്ള വ്യൂ. ഫുൾ ആൾക്കാരൊക്കെയാണ്.
ഇപ്പം തിരക്ക് ഓപ്പണായി വരുന്നേയുള്ളൂ ഷോപ്പൊക്കെ. അങ്ങനെ ഇതാ ക്ലിനിക്. ഇവിടെ കണ്ടോ 2 കുട്ടപ്പന്മാരിരുന്ന്, ഒരാൾ സങ്കടത്തിലും ഒരാൾ ഭയങ്കര സന്തോഷത്തിലുമാണ്. ഇതാണ് ഇങ്ങനത്തെ സ്വീറ്റും ചോക്ലേറ്റും ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ ഇവരിങ്ങനെ സങ്കടപ്പെടും. വീട്ടിലെത്തി. നമുക്ക് ഡോക്ടറിന് കയറാം. ഓക്കെ, സോ ഞാൻ ഫ്രഷ് ആയിട്ട് അപ്പം ഇന്ന് രാവിലെ ചോറ് വെക്കേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു പോയത്. പക്ഷേ ഇപ്പം ശ്രീശാന്ത് വിളിച്ച് പറഞ്ഞു ഡ്യൂട്ടി ഇന്നത്തെ കഴിഞ്ഞു, വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ടൈം ഏകദേശം എത്രയായി? 1:30 ആയി. അപ്പോൾ ഞാൻ വെച്ചു എന്നാൽ പിന്നെ ചോറ് വയ്ക്കാം, ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ചേ വെച്ചിട്ടുള്ളൂ, ഇത്രയും നമ്മൾ കഴിക്കുള്ളൂ. അപ്പം ചോറൊക്കെ ആയി. ഇനിയിപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ മാറ്റണം. പിന്നെ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം. അതിന് ശേഷം എനിക്ക് കഴിക്കണം, എനിക്ക് ക്ലിനിക്കിലോട്ട് തിരിച്ചു പോകണം. അപ്പോൾ എല്ലാം ഷടപടയെന്നായിരിക്കും. നമുക്ക് കഴിക്കാനിരിക്കുമ്പോൾ കാണാം. ടാറ്റാ ബൈ. നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് കുക്കാവുന്ന റൈസാണ്, അതുകൊണ്ട് കുറച്ച് സമയം വേണ്ടു. അപ്പം അതുകൊണ്ട് പെട്ടെന്നാവും. വേണമെന്ന് വെച്ചാൽ ആക്കാം, പക്ഷെ ആർക്കും വേണ്ടാത്തതുകൊണ്ട് ചില ദിവസം ആക്കാൻ മൂടുണ്ടാവില്ല. അപ്പം ഇതിനിപ്പം വെള്ളം കുത്തുന്നുണ്ട് കേട്ടോ. ടടാ, സമയം കാണണോ? 1:30 ഷാർപ്പ്, അതാണ് ടൈം. ഇനിയിപ്പം കറി വയ്ക്കണം, പിന്നെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് കൂടെ ആക്കണം. അത് തന്നെ. അപ്പോൾ ഉണ്ടാക്കട്ടെ കേട്ടോ. ഇനിയാണെന്ന് കറി വെച്ചിരിക്കുന്നത്. അപ്പം കുറച്ചല്ലേ ഉണ്ട്, അപ്പം നമ്മൾ 2 പേരല്ലേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് സംഭവം ഒന്ന് മാറ്റി വെക്കണം. ഞാനിന്ന് ലഞ്ച് ഞാനിന്ന് ഡയറ്റിലാണ്. പക്ഷേ ഇന്നത്തെ ഡയറ്റൊക്കെ കൊള്ളാവുന്ന ലക്ഷണമുണ്ട്. നമ്മളെ സ്വന്തം ചപ്പാത്തി വിടർന്നിട്ട് ചിരിക്കുന്നുണ്ട്. ടാ, എന്നെ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് രാത്രി എടുക്കാം. ഇതിപ്പോൾ ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചു. 2-3 ദിവസമായി നമ്മൾ ചോറ് കഴിച്ചിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് സൺഡേ കഴിച്ചതാ. ഇന്നിപ്പം വെനസ്ഡേ ആയില്ലേ, സൺഡേയാണ് കഴിച്ചത്. മൺഡേ കഴിച്ചിട്ടില്ല, ട്യൂസ്ഡേ കഴിച്ചിട്ടില്ല, പിന്നാ കഴിക്കുന്നത്. അപ്പം ഇന്ന് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ വീട്ടിൽ എന്താണ് വെജ് കറീസ് വെക്കാറ്? ഇവിടെ ആകെ 2 കറിയേ പറ്റുള്ളൂ വെജ് കറീൻ്റെ അകത്ത്. ഒന്ന് മുരിങ്ങയാണ്, പിന്നെ ഒന്ന് ഡാൽ കറി, പരിപ്പ് കറി. ഈ 2 അല്ലാണ്ട് വേറെ എന്ത് വെച്ചാലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ടി വരും. പിന്നെ സാമ്പാർ പറ്റും കേട്ടോ, അല്ലാതെ ഈ വെള്ളേരി അതൊന്നും ഇവിടെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആക്കാറില്ല. അപ്പോൾ ഇതൊക്കെ ഞാനിതൊന്നും അല്ല കഴിക്കാൻ പോകുന്നത്. ഇന്നുണ്ടാക്കിയ റൈസാണോ കറിയാണോ ഒന്നുമല്ല ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് ഡയറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ആദ്യമേ വേവിച്ച് വെച്ചതാണ്, ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ തണുപ്പുണ്ട്. അപ്പം നമുക്കിതൊന്ന് സൺഡേ ആണ് ചെയ്യുക. അപ്പോൾ സൺഡേ ചെയ്തിട്ട് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. എന്നാൽ മാത്രമേ ഈ ഡയറ്റും വർക്കും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ രാവിലെ എണീക്കാനുള്ള മടിയും ഉണ്ട്. അപ്പം അതും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാനിത് മുന്നേ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പം ഇത് വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് ബോയിൽ ചെയ്ത് വെച്ചതാണ്. അപ്പം അതാണ് നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കണം. അതിനുശേഷം കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ഓവനിൽ വെച്ച് ആദ്യം ചൂടാക്കാം. അപ്പോൾ ഇത് മുഴുവൻ നമുക്കിന്ന് ആവശ്യമില്ല, നമുക്ക് കുറച്ചേ ആവശ്യമുള്ളൂ. ഇത് 2 ദിവസത്തേക്കുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഇതിനകത്ത് ഇങ്ങോട്ടേക്ക് എടുത്തിടാം. അയ്യോ, ഉരുണ്ട് പോയി. ഒരു 1/2 കപ്പേ ആവശ്യമുള്ളൂ. ഓക്കെ, സോ ഒരു ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കത് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് ഇതേപോലെയൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 2 തരത്തിലും കട്ട് ചെയ്ത് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയില്ല. ഇത് 2 രീതിയിലായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇഷ്ടമുള്ളത്ര ആഡ് ചെയ്യാം, അധികം പറ്റില്ല. ക്ലിനിക്കിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ സ്മെല്ല് ചെയ്യും.
അപ്പം ആവശ്യത്തിന് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു ചില്ലിയും കൂടെ ആഡ് ചെയ്യാം. ചില്ലി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് സ്പൈസ് ഇഷ്ടമാണോ അത്രയും ആഡ് ചെയ്താൽ മതി. എനിക്ക് എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഡയറ്റ് ആണെങ്കിലും അത് എന്താണെങ്കിലും കുറച്ച് സ്പൈസിൽ വേണം. അപ്പം അതുകൊണ്ട് ഞാൻ 2 ചില്ലി ഇടുന്നുണ്ട്. ശരി തോന്നുന്നു ഇത് തന്നെ ധാരാളമാണ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യട്ടോ. ഇപ്പം എക്സസ് എരിവ് തോന്നുവാണെങ്കിൽ ആ ഗ്രീൻ ചില്ലി അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചാൽ അത് വേറെ പ്രശ്നമൊന്നുമില്ല. ഓ, ആശാൻ അവിടെ സെറ്റായി എന്ന് ന്യൂസ് വന്നു. അപ്പം നമുക്കതിനെ എടുക്കാം. ടടാർ. ഓക്കെ, അപ്പം ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഓൾറെഡി ഇതിലുള്ളത് കൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടുണ്ട്. ഉള്ളി ഇനി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിപ്പോൾ 2 ഷേപ്പിലും ഉണ്ട്. ഞാൻ 2 ഇട്ടുന്നേ ഉള്ളൂ. ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഷേപ്പിലുള്ളത് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്യാം. ഇങ്ങനെ തന്നെ കഴിക്കണേ ഇങ്ങനെയും കഴിക്കാം. അപ്പം ഇതും ഗ്രീൻ ടീയും ആണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. അപ്പോൾ നമ്മൾ ഗ്രീൻ ടീക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിളക്കുമ്പോൾ ഗ്രീൻ ടീയും റോസും കൂടി ഇട്ട് കൊടുക്കാം. ഇതാണ് റോസ് പെറ്റൽസ്. നിങ്ങൾ മിക്കവരും കഴിക്കണതാണ്. ഇപ്പം ഇത് ഡ്രൈഡ് റോസാണ്. അപ്പം ഇത് നല്ലതാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഹോസ്പിറ്റൽസിൻ്റെ. അപ്പം ഞാൻ ഇതും 2 ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഗ്രീൻ ടീയുടെ കൂടെ തന്നെ. ഇതിന് പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ല. അപ്പം ഗ്രീൻ ടീയുടെ കൂടെ കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെയും കഴിക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഗ്രീൻ ടീയുടെ കൂടെ കഴിക്കാം. ഞാൻ ഗ്രീൻ ടീയും കുറച്ച് ഇടും ഇതിൻ്റെ കൂടെ തന്നെ. ചിലപ്പോൾ രാവിലെ ഇത് കുടിക്കും, അല്ലെങ്കിൽ ഇതേപോലെ ഉച്ചയ്ക്ക്. ഞാനിപ്പം ഏതൊരു ഓത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീൻ ടീ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഓർഗാനിക് ആണ്, കണ്ടില്ലേ? ഓർഗാനിക് ഗ്രീൻ ടീ ആണ്. കുറച്ച് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ അന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഡസ്റ്റാണ്. ടീ ബാഗ് കഴിഞ്ഞു എൻ്റെ. ഇത് നന്നായിട്ട് തിളക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ലഞ്ച്. നമുക്ക് നേരെ പോയി കഴിക്കാം. പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. അടിപൊളിയാണ്. നല്ല ഫില്ലിങ്ങും ആണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് നാളെത്തി. ഇതാ അങ്ങനെ 1 മണിക്ക് ഞാൻ വീട്ടിലേക്ക് ക്ലിനിക്കിൽ നിന്ന് പോയതാണ്. ഇപ്പം 3 മണിയായിട്ടുണ്ട്. ഞാൻ ക്ലിനിക്കിലോട്ട് തന്നെ തിരിച്ചെത്തി. ബാക്കിയുള്ള പേഷ്യൻസിൻ്റെ ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 6 മണിയാവും വീട്ടിലോട്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. ട്രീറ്റ്മെൻറ്റും ഒപിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ചായ ഒക്കെ ഇട്ടത് മൂപ്പരാണ് ഞാൻ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആരാണോ ഉള്ളത് അവരാണ് ചായ ഇടുന്നത്. അങ്ങനെയാണ് റൂള്. അപ്പോൾ ഞാനുള്ള സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പം ഞാനില്ലായിരുന്നല്ലോ. അപ്പോൾ നല്ല അടിപൊളി ചായ ഒക്കെ റെഡി ആയിരിക്കുകയാണ്. ഇത് കുടിക്കേ വേണ്ടു. എന്താണെന്നറിയില്ല, കുറേ ചായ വേണം വൈകുന്നേരം ആകുമ്പോൾ. അതാണ് നമ്മളാകെയുള്ളൊരു പ്രശ്നം. അപ്പോൾ കാറ് സ്കൂട്ടറും വല്ലാണ്ട് അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവരെ കാർ വാഷിൻ്റെ ആളെ വിളിച്ചു. അപ്പോൾ അവരിത് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ടീമാണ്. അവരെവിടെ വിളിച്ചാലും കാർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ആർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്ത് വൈകുന്നേരം കൊണ്ട് നശിപ്പിക്കുന്നത് എൻ്റെ എപ്പോഴത്തെ ഒരു ഹോബിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെലിയാത്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരം സ്നാക്ക് പിസ്സ ആണ്. എൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടേക്കുവാണ്. അപ്പം അതാണ് ഇന്നത്തെ സ്നാക്കായിട്ട് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് ഹെവിയാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അമ്മ 2 പ്രാവശ്യമായിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവർഫുള്ളാണ്. ചായ കുടിച്ചിട്ട് ക്ലിനിക്കിൽ നിന്ന് വന്നാൽ ചായ കുടി അതൊരു മസ്റ്റാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടി വിയുടെ മുന്നിലാണ്.
ഫുൾ ടൈം. പിന്നെ ഇനിയിപ്പോൾ ഡിന്നർ വേണമെങ്കിൽ മാത്രമേ അവിടെ നിന്ന് അങ്ങോട്ട് എണീക്കുകയുള്ളൂ. ഒന്നും വേണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. പിന്നെ നേരെ ബെഡിലോട്ട്. അങ്ങനെയാണ് നമ്മളുടെ ഒരു കാര്യം. അപ്പോൾ കുറേ സമയം നമ്മൾ ടി വിയുടെ മുന്നിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ രാവിലെ തൊട്ടുള്ള ആ ഒരു ടയർഡ്നെസ് ഒക്കെ മാറ്റാൻ വേണ്ടി അങ്ങനെ അങ്ങോട്ട് റിലാക്സ് ചെയ്ത്. ഇതാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ. ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. വൈകുന്നേരം പിസ്സ കഴിച്ചുകൊണ്ട് വേറെ ഒന്നും ഹെവിയായിട്ട് കഴിക്കുന്നില്ല. ഓൾമോസ്റ്റ് ഫുള്ളായ പോലെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡയറ്റ് ആയതുകൊണ്ട് കൂടുതലൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. സോ ഇതാണ് നമ്മൾ. അപ്പോൾ ഇതാണ് സ്ത്രീൻ്റെ ഡിന്നർ. ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് വേണ്ടത്. വേറെ ഒന്നുമില്ല, ചപ്പാത്തിയോ ഒന്നുമില്ല. ചിക്കൻ ഫ്രൈ മാത്രമാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. നമ്മളിവിടെ വീട്ടിൽ കൂടിയതിന് ശേഷം ഇതുവരെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ല. അതായത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല. ഗ്രിൽഡോ അല്ലെങ്കിൽ ഓവനിൽ ഗ്രിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ പാനിൽ ഗ്രിൽ ചെയ്തിട്ടൊക്കെ കഴിച്ചിട്ടുള്ളൂ. കാരണം ഇത് കുറച്ച് അൺഹെൽത്തിയാണ്. പിന്നെ മറ്റേത് നമുക്ക് ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യാറ്. ഇന്നൊരാഗ്രഹം ഇത് ഫ്രൈ ചെയ്ത് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ രാത്രി മൂപ്പരുടെ ഫുഡ് ഇതാണ്. അപ്പോൾ ഇതും കൂടെ കഴിച്ച് നമ്മൾ ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാണ്. മോള് എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവളുടെ ഷോർട്സ് ഒന്നും ഇല്ലാത്തത്. അപ്പം അവൾ തിരിച്ചു വന്നിട്ട് അവളുടെ ഷോർട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വേറൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.